ഈ 10 വർഷമാണ് മയക്കുമരുന്ന് മാഫിയകളുടെ ഏറ്റവും വലിയ പറുദീസയായി കേരളത്തെ മാറ്റി. കേരളത്തിൻ്റെ ആഭ്യന്തരമന്ത്രിയെ കൈകൊട്ടി ആവേശപൂർവ്വം എല്ലാ ക്യാമ്പസുകളും സ്വീകരിക്കുന്ന കാഴ്ച വലിയ ഒരു കാഴ്ചയാണ്. അത് പിണറായി വിജയനുള്ള ഒരു താക്കീതാണ്. ചരിത്രം വഴിമാറും ചിലർ വരുമ്പോൾ അത് വഴിമാറിയിരിക്കുന്നു കേരളത്തിൽ. രമേശ് ചെന്നിത്തല ചെയ്തത് തന്നെ അമിത്ഷാ ചെയ്യാൻ ആരംഭിച്ചിരിക്കുന്നു. രമേശ് ചെന്നിത്തല എന്ന മന്ത്രി യഥാർത്ഥത്തിൽ കേരളത്തെ പ്രകമ്പനം കൊള്ളിക്കുകയാണ്. സത്യത്തിൽ UDF സർക്കാരിൻ്റെ ആദ്യത്തെ ഒരു മാസം തന്നെ മന്ത്രിമാരുടെ മന്ത്രി എന്ന് രമേശ് ചെന്നിത്തലയെ വിളിക്കാമോ? തീർച്ചയായിട്ടും. ഈ മന്ത്രിസഭയിലെ ആദ്യത്തെ 30 ദിവസത്തെ പ്രോഗ്രസ് റിപ്പോർട്ട് പരിശോധിച്ചാൽ കേരളത്തിലെ പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ ഏറ്റവും വലിയ മാർക്ക് സ്കോർ ചെയ്ത് നിൽക്കുന്നത് പരിണതപ്രജ്ഞനായിട്ടുള്ള ആഭ്യന്തരമന്ത്രി എന്നുള്ള രീതിയിൽ ശ്രീ രമേശ് ചെന്നിത്തല തന്നെയാണ്. കാരണം ഒന്ന്, അദ്ദേഹത്തിൻ്റെ ഭരണപരമായിട്ടുള്ള പരിചയം, മറ്റൊന്ന് കേരളത്തിലെ പൊതുസമൂഹത്തിനിടയിൽ അദ്ദേഹത്തിനുള്ള ഒരു ഇൻഫ്ലുവൻസ്, മൂന്ന്, ഈ മന്ത്രിസഭയിലേക്ക് വരുന്നതിന് മുൻപ് തന്നെ കേരളത്തിലെ മയക്കുമരുന്നിനെതിരെ അദ്ദേഹം നടത്തിയിട്ടുള്ള അതിശക്തമായിട്ടുള്ള ഒരു പൊതുപ്രവർത്തകൻ എന്ന രീതിയിലുള്ള പോരാട്ടം. ഇതെല്ലാം ചേർന്ന് മന്ത്രിസഭയിൽ സത്യപ്രതിജ്ഞ ചെയ്ത ദിവസം തന്നെ അദ്ദേഹത്തിന് ഈ ക്യാമ്പയിൻ ആരംഭിക്കാൻ സാധിച്ചു എന്നുള്ളത് ഇതിൻ്റെ ഏറ്റവും വലിയ വിജയമായി മാറിയിരിക്കുകയാണ്. അപ്പോൾ ഒരു മാരത്തോണിൽ ചിലപ്പോൾ നമ്മൾ ഒരാൾ നേരത്തെ ഓടുന്നത് കാണാം. അതുപോലെയാണ് ഇപ്പോൾ രമേശ് ചെന്നിത്തലയുടെ സ്ഥിതി. അദ്ദേഹം അതിവേഗം ബഹുദൂരം മുന്നിലെത്തിയിരിക്കുന്നു തൂഫാൻ്റെ പേരിൽ എന്ന് നമുക്ക് പറയാം. ഈ തൂഫാനിൽ ഇത്രയേറെ നല്ല ഉദ്യോഗസ്ഥന്മാരെ അദ്ദേഹം എല്ലായിടത്തും വിന്യസിച്ചു കഴിഞ്ഞു. ഈ ഉദ്യോഗസ്ഥന്മാരൊക്കെ പിണറായി വിജയൻ ഭരിക്കുന്ന സമയത്തും ഇതേ കേരളത്തിൽ തന്നെ ഉണ്ടായിട്ടുണ്ട്. വളരെ പ്രധാനപ്പെട്ടൊരു ചോദ്യമാണ്. ഞാനിപ്പോൾ തൂഫാൻ വിഷയം സംസാരിക്കുന്ന സമയത്ത് ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു. 10 വർഷം, ഈ 10 വർഷമാണ് മയക്കുമരുന്ന് മാഫിയകളുടെ ഏറ്റവും വലിയ പറുദീസയായി കേരളത്തെ മാറ്റിയത്. ഈ കാലഘട്ടത്തിൽ വഴിയിലൂടെ കടന്നു പോകുന്ന ചെറുപ്പക്കാർ എല്ലാവരും ഈ മാഫിയ സംഘത്തിൻ്റെ വലയത്തിൽ വീഴുന്ന കാഴ്ച നമ്മൾ കണ്ടു. കഴുകൻ കണ്ണുകളുമായി പാറിപ്പറക്കുന്ന ഇത്തരം സംഘങ്ങളെ, വമ്പൻ കപ്പൽ പോലും നമ്മുടെ കടലിൽ വന്ന് താഴുന്ന കാഴ്ച നമ്മൾ കണ്ടു. ഇത്തരം മയക്കുമരുന്നുകളുമായി വന്ന കപ്പൽ അതേപോലെ മുങ്ങിപ്പോകുന്നത് നമ്മൾ ഈ കാലഘട്ടത്തിൽ കണ്ടു. പക്ഷേ ഈ സംഘങ്ങൾ മഞ്ചേശ്വരം മുതൽ പാറശാല വരെ അഴിഞ്ഞാടുന്ന ഏറ്റവും ദുരന്ത സമ്പൂർണമായിട്ടുള്ള കാഴ്ചയാണ് 10 വർഷം നമ്മൾ കണ്ടത്. ഒരു ചെറുവിരലനക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കഴിഞ്ഞില്ല. നിങ്ങൾ നോക്കൂ, തൂഫാൻ പദ്ധതി പ്രഖ്യാപിച്ചു. ഇന്നും ആ തൂഫാൻ പദ്ധതിയുമായി സഹകരിക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി, വിശേഷിയ CPM മനസ്സുകൊണ്ട് തയ്യാറായിട്ടില്ല. കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രി അമിത്ഷാ, അദ്ദേഹം പോലും ഇതിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ഇന്ത്യ മുഴുവൻ നടപ്പിലാക്കാൻ വേണ്ടി തീരുമാനിക്കുന്നു. അങ്ങനെയല്ലേ? അത് ശരിക്കും പറഞ്ഞാൽ വെറ്റിലടക്ക കാൽക്കൽ വച്ച് ശിഷ്യത്വം സ്വീകരിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. അതായത് രമേശ് ചെന്നിത്തല ചെയ്തത് തന്നെ അമിത്ഷാ ചെയ്യാൻ ആരംഭിച്ചിരിക്കുന്നു. അതെ, അതൊരു വലിയൊരു ഒരു വലിയ സംഭവമാണ്. ഇപ്പം നമ്മൾ ആലോചിക്കേണ്ടത് 30 ദിവസം കൊണ്ട് 2800-ലധികം ആളുകൾ ജയിലിലോ പോലീസ് കസ്റ്റഡിയിലോ കേസുകളിലോ പെട്ട് നിൽക്കുകയാണ്. 5000-ലധികം കേസുകൾ. അപ്പോൾ പല ആളുകളും ആദ്യം പറഞ്ഞു തൂഫാൻ്റെ പേരിൽ ഈ റോഡ് സൈഡിലൊക്കെ പെട്ടിക്കട പോലെ നടത്തുന്ന ഈ നോർത്ത് ഇന്ത്യയിൽ നിന്ന് വന്ന ആളുകളുടെ കച്ചവടം പിടിച്ചിട്ടാണ് കേസെടുക്കുന്നതെന്ന്. പക്ഷെ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടത് എന്താ? എറണാകുളം ജില്ലയിൽ നിന്ന് മാത്രം ക്വിൻ്റൽ കണക്കിന് 18 കോടിയുടെ 18 കോടി രൂപയുടെ കഞ്ചാവ്. ആ കഞ്ചാവ് എന്ന് പറഞ്ഞാൽ ഹൈബ്രിഡ് കഞ്ചാവാണ്. ആ കഞ്ചാവാണ് പിടിച്ചെടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ വിഷയം കൈകാര്യം ചെയ്തതിൽ യതീഷ് ചന്ദ്ര IPS ഉൾപ്പെടെയുള്ള പോലീസുകാരുടെ സേവനം വളരെ അഭിമാനകരമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ കേരളത്തിൽ ഉടനീളം തൂഫാൻ തരംഗമാണ്. ഞാനിപ്പോൾ നോക്കുന്നത് മോഹൻലാലും മമ്മൂട്ടിയൊക്കെ പോകുന്നത് പോലെയാണ് രമേശ് ചെന്നിത്തല ക്യാമ്പസുകളിലേക്ക് പോകുന്നത്. കേരളത്തിൻ്റെ ആഭ്യന്തരമന്ത്രിയെ കൈകൊട്ടി ആവേശപൂർവ്വം കേരളത്തിലെ എല്ലാ ക്യാമ്പസുകളും സ്വീകരിക്കുന്ന കാഴ്ച വലിയ ഒരു കാഴ്ചയാണ്. ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് തന്നെ വലിയ ആവേശം വന്നിട്ടുണ്ട്. അദ്ദേഹം കർണാടക സർക്കാരുമായും തമിഴ്നാട് സർക്കാരുമായും ഈ വിഷയത്തിൽ വലിയ സഹകരണം ആവശ്യപ്പെട്ടുകൊണ്ട് കത്തെഴുതിയിരിക്കുന്നു. അപ്പോൾ തൂഫാൻ എല്ലാ അർത്ഥത്തിലും കേരളത്തിലെ ഒരു ഗംഭീരപ്പെട്ട തൂഫാനായി മാറിയിരിക്കുന്നു എന്ന് വേണം പറയാൻ. കാരണം ഈ ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ ഒരു ശുദ്ധീകരണമാണ്. നിങ്ങൾ നോക്കൂ, എത്രയോ കൊലപാതകങ്ങൾ കുറഞ്ഞിരിക്കുന്നു. ഓരോ ദിവസവും നമ്മൾ മുമ്പ് പത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അമ്മയെ വെട്ടിക്കൊല്ലുന്ന മകൻ, അല്ലെങ്കിൽ അച്ഛനെ വെട്ടിക്കൊല്ലുന്ന മകൻ,
കൂട്ടുകാരോടൊത്ത് പുഴയിൽ മുങ്ങി മരിക്കുന്ന ആളുകൾ, അങ്ങനെ ഒരുപാട് ദുരന്ത ജന്മം സമ്പൂർണ്ണമായ കൊടുത്തതിന്റെ പേരിൽ അമ്മയെ കൊന്ന ആളുകൾ. അപ്പം അത്രയും ദുരന്ത സമ്പൂർണമായ വാർത്തകളുടെ ഒരു പ്രളയകാലം കേരളത്തിൽ ഉണ്ടായിരുന്നുവെങ്കിൽ അത് നന്നേ കുറഞ്ഞിരിക്കുന്നു. അതിൽ നിന്നെല്ലാം മോക്ഷം ഉണ്ടാക്കാൻ സാധിച്ച മോക്ഷദായകനായിട്ടുള്ള ഒരു ആഭ്യന്തരമന്ത്രിയാണ് ശ്രീ രമേശ് ചെന്നിത്തല എന്ന് പറയാം. നമ്പർ 1. നമ്പർ 2, അദ്ദേഹം പ്രഖ്യാപിച്ചിരിക്കുന്നു രാഷ്ട്രീയക്കാരന് ഇളവില്ല, സിനിമാക്കാരന് ഇളവില്ല, കാരവൻ ബില്ലിൽ പോലും കയറി പരിശോധിക്കും എന്ന് പറഞ്ഞതോടുകൂടി കേരളത്തിലെ എല്ലാ കാരവനും ഇപ്പോൾ വളരെ സൂപ്പറാണ്. നല്ല ശുചീകരിക്കപ്പെട്ട കാരവനാണ് നമുക്ക് എല്ലാ സ്ഥലത്തും കാണാൻ കഴിയുന്നത്. കാരണം പേടി തന്നെയാണ്. അപ്പോൾ ആ പേടിപ്പെടുത്താൻ കഴിയുന്ന ഒരു ഭരണകൂടവും ആരും സ്വാധീനിച്ചാലും അതിൽ നിന്ന് ഒരടി പിന്നോട്ട് മയക്കുമരുന്നിൻ്റെ കാര്യത്തിൽ ഇല്ല എന്ന് പ്രഖ്യാപിക്കുന്ന ഒരു ആഭ്യന്തരമന്ത്രിയും കേരളത്തിന് മുതൽക്കൂട്ട് തന്നെയാണ്. കേരളത്തിൻ്റെ ക്യാമ്പസുകളെ ശുചീകരിക്കാൻ ഇത് ഒരു വലിയ പദ്ധതിയായി തന്നെ മാറുകയാണ്. തീർച്ചയായിട്ടും നമ്മൾ ഓർമ്മിക്കേണ്ട ഒരു കാര്യം, കേരളത്തിലെ ചില രാഷ്ട്രീയ സംഘടനകൾ, ഞാൻ പേരെടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നില്ല, വിദ്യാർത്ഥി രാഷ്ട്രീയ സംഘടനയുടെ തണലിൽ ഇത്തരം മാഫിയ സംഘങ്ങൾ വളർന്നിരുന്നു. പ്രത്യേകിച്ചിട്ട് കോളേജുകൾ തലത്തിലൊക്കെ ഇതിൻ്റെ റീറ്റെയിലായിട്ട് പ്രവർത്തിച്ചത് വിദ്യാർത്ഥികൾ തന്നെയാണ്. ആ വിദ്യാർത്ഥികൾ അവരുടെ സുരക്ഷയ്ക്ക് വേണ്ടി ചില വിദ്യാർത്ഥി രാഷ്ട്രീയ സംഘടനകളുടെ അംഗങ്ങളായി പ്രവർത്തിക്കുന്ന ദുരന്തപൂർണമായിട്ടുള്ള ഒരു കാഴ്ച കേരളത്തിൽ കുറേ നാളുകളായി പ്രവർത്തിച്ചു വരികയാണ്. ബോധമില്ലാത്തൊരു ഒരു വിദ്യാർത്ഥി സമൂഹം ഉണ്ടാവുക ചെയ്തു. ആ സംഘം ഓരോ ഘട്ടത്തിലും വളർന്ന് വരുന്നത് നമ്മൾ കണ്ടു. അവർ ഈ ക്യാമ്പസ് എല്ലാം കീഴടക്കുകയാണ്. ക്യാമ്പസിലേക്ക് സ്വതന്ത്രമായി ഒരു വിദ്യാർത്ഥിക്ക് പോലും പോകാൻ പറ്റാത്ത സ്ഥിതി, അതല്ലെങ്കിൽ അവരുടെ ചിറകിനടിയിൽ പോയി അഭയം പ്രാപിക്കേണ്ട ഒരു സ്ഥിതി കേരളത്തിലുണ്ടായി. അതിനൊക്കെ അറുതി വരുത്താൻ സത്യത്തിൽ തൂഫാന് സാധിച്ചു. ഇപ്പോൾ തൂഫാൻ്റെ വാരിയേഴ്സായിട്ട് വരുന്നവർ, ഇപ്പോൾ മോഹൻലാൽ വന്നു, അതുപോലെ തന്നെ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ വന്നു, ഇന്നിപ്പോൾ മാതൃഭൂമി വാർത്താ ചാനലിൽ വാർത്താ അവതാരികയായിട്ടുള്ള ആൾ വരുന്നു. കേരളത്തിലെ അമ്മമാർ ഈ തൂഫാന് ഏറ്റവും വലിയ പിന്തുണ നൽകി ഈ ഒരു മെസ്സേജ്, ഈ ഒരു ആശയം രമേശ് ചെന്നിത്തലയ്ക്ക് നൽകിയ അമ്മയുടെ കൈപിടിച്ച് ഉയർത്തുന്ന ഫോട്ടോ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളിൽ വന്നു. അപ്പോൾ കേരളത്തിലെ അമ്മമാരും കേരളത്തിലെ പൊതുസമൂഹവും ഒക്കെ ഒരു ക്ലീൻ കേരളയ്ക്ക് വേണ്ടി അഹോരാത്രം പ്രവർത്തിക്കുന്ന ഒരു ഭരണകൂടത്തിനെയും അതിൻ്റെ ആഭ്യന്തരമന്ത്രി മാത്രമല്ല കേട്ടോ, നമ്മൾ ഈ ഒരു ഘട്ടത്തിൽ പറയേണ്ടത് എക്സൈസ് വകുപ്പ് ശ്രീ M. ലിജുവിൻ്റെ നേതൃത്വത്തിൽ ഓപ്പറേഷൻ തണ്ടർ കൂടി ആരംഭിച്ചിരിക്കുകയാണ്. അപ്പോൾ ഒരു ഭാഗത്ത് കൊടുങ്കാറ്റ്, മറുഭാഗത്ത് ഇടിമുഴക്കം, ഇത് രണ്ടും ചേർന്ന് കേരളത്തിലെ ഈ മാഫിയ സംഘത്തെ കിടുകിട വിറപ്പിക്കുകയും കാറ്റിൽ പറത്തുകയും ചെയ്യുകയാണ്. ഇതൊരു പുതിയ കാലം കേരളത്തിന് സമ്മാനിക്കുക തന്നെ ചെയ്യും. കേരളം അനധിവിദൂര ഭാവിയിൽ ഒരു വലിയ ദുരന്ത ഭൂമി ആകുന്നതിൽ നിന്ന് കേരളത്തിനുള്ള ഒരു മോക്ഷം തന്നെയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഏറ്റവും സാമൂഹ്യ പ്രതിബദ്ധതയോട് കൂടിയിട്ടുള്ള പ്രവർത്തനമാണ്. ഈ പ്രവർത്തനത്തെ ശ്ലാഘിക്കാതെ നമുക്ക് ആർക്കും മുന്നോട്ട് പോകാൻ സാധിക്കില്ല. ചിലർ വരുമ്പോൾ ചരിത്രം വഴിമാറും. ചിലർ വരുമ്പോൾ അത് വഴിമാറിയിരിക്കുന്നു കേരളത്തിൽ. അത് പിണറായി വിജയനുള്ള ഒരു താക്കീതാണ്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കുള്ള താക്കീതാണ്. കാരണം നവകേരളം സ്വപ്നം കാണാനാണ് പിണറായി വിജയൻ സർക്കാർ പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ ആ നവകേരളം എന്ന് പറയുന്നത് മയക്കുമരുന്നിൽ മുങ്ങിച്ചാകുന്ന ഒരു നവകേരളത്തിലേക്കുള്ള യാത്രയായിരുന്നു. ആ യാത്രയെ പിടിച്ചു കെട്ടാനാണ് ഇത്രയും വലിയ കൊടുങ്കാറ്റിനെ ശ്രീ രമേശ് ചെന്നിത്തല അടിച്ചുവിട്ടത്. ആ കൊടുങ്കാറ്റ് ഒരു വിശുദ്ധിയുടെ കാറ്റായി കേരളത്തിൽ ആഞ്ഞു വീശിക്കൊണ്ടിരിക്കുകയാണ്.